ഇതല്ലേ നിസാർക്ക സുലോചനേച്ചിട്ട് വിടല്ലേ? ഒരു മാസമായില്ലേ ഈ സംഭവം ഉണ്ടായിട്ട്? ഇവരില്ല ഇവിടെ? ഇല്ലാന്ന് തോന്നുന്നു, ബെല്ലും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇവർക്ക് ഇവരില്ലാന്ന് തോന്നുന്നു, പൂട്ടിയിട്ടുണ്ട്, ബെല്ലും വർക്ക് ചെയ്യുന്നില്ല. അടുത്ത ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ചേച്ചി ഇത് തന്നെയല്ലേ ചേച്ചി സുലോചനേച്ചിട്ട് വീട്? ഇവരിപ്പോ ഇവിടെ ഇല്ല? എവിടേക്കാ പോയെന്നറിയോ? അവളെ വീട്ടിൽ പോയിക്കാ, പന്നി കുത്തിയിട്ട് പോയിക്കാ. ഓ, അവിടെയാണോ താമസം? മാറി കഴിഞ്ഞാൽ പോകണമല്ല, അതിപ്പോൾ ജീവിക്കണ്ടേ. 2 കുട്ടികളുണ്ട് പഠിക്കണമല്ലോ. ഒരാൾ 10ൽ പഠിക്കണം, ഒരാൾ. തൻ്റെ വിധിയെ പഴിച്ചിരിക്കുകയല്ലാതെ സുലോചനയ്ക്ക് മറ്റു വഴിയില്ല. പിന്നിൽ നിന്ന് ഓടി വരുന്ന കാട്ടുപന്നിയെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ സ്ഥിരം വിറകെടുക്കാൻ പോകുന്ന വീടിനടുത്ത സ്ഥലത്ത് അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതുമില്ല. ഓടി വന്ന കാട്ടുപന്നിയെ തടുത്തപ്പോൾ ഇടതുകൈയുടെ വിരൽ അറ്റുപോയി. പന്നി വന്നത് ഞാൻ കണ്ടില്ല. ഞങ്ങളിങ്ങനെ പോരാ, വിറകേറ്റി പോരാ നിൽക്കുമ്പോഴാണ് പന്നി അങ്ങനെ വന്ന് പിന്നെ ഉന്തി മറിച്ചിട്ടത്. അങ്ങനെ ഉണ്ടായിരുന്നു. ഭർത്താവ് വേലായുധന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ എന്നേ നശിച്ചുപോയി. ഇപ്പോൾ സഹോദരൻ്റെ വീട്ടിലാണ്. ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുന്ന ഈ സമയത്താണ് നഷ്ടപരിഹാരത്തിൻ്റെ ആവശ്യം. പക്ഷേ നഷ്ടപരിഹാരത്തിൽ ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷെ ഇതുവരെ അത് വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ചോദിച്ചിരുന്നോ അവിടെ ഫോറസ്റ്റിൽ? ആരും ചോദിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. വനം വകുപ്പ് കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല. മാസം 1 കഴിഞ്ഞിട്ടും ഒരു മറുപടിയുമില്ല. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.